ഗുഡ് മോർണിംഗ്. ഇന്ന് ടെഡ് ഓഫ് ഫൈറ്റിൽ പഠിക്കാൻ പോകുന്നത് ഇക്വിസിറ്റം. രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ചു, സൈലോട്ടം ആൻഡ് സെലാജിനെല്ല. സൈലോട്ടം ഈസ് യൂസ് സ്പൊറാഞ്ചിഡ് ഹോമോസ്പോറസ്, ബട്ട് സെലാജിനെല്ല ഈസ് യൂസ് സ്പൊറാഞ്ചിഡ് ബട്ട് it is heterosporous. Here also Ichthyosaurus is eusporangiid homosporous. That means its sporangia is rising from a group of initials and it produces only a single kind of spore, so it is called homosporous. ഈ പ്ലാന്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഹെർബേഷ്യസ് നേച്ചറാണ്, ഇങ്ങനെ മുള പോലൊക്കെ വലുതൊന്നുമല്ല, ഹെർബേഷ്യസ് പ്ലാന്റാണ്. നമ്മുടെ നെറ്റ് ഹൗസിനകത്ത് പിന്നെ ഇത് വളരുന്നുണ്ട്. വെള്ളത്തിനകത്തിൽ ഞാൻ ചട്ടി ഇറക്കി വെച്ച് വളർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പിലുള്ള ബാൽക്കണിയിലുണ്ടായിരുന്നു. ഇനി അതുമല്ലെങ്കിൽ ഇപ്പോൾ ചില വീടുകളിൽ, പുതിയ പുതിയ വീടുകളിൽ ഇത് വളർത്താറുണ്ട്. അതേപോലെ ഹോട്ടലുകളുടെ മുമ്പിൽ ഉണ്ട്. കൽപ്പറ്റ ഭാഗത്തോട്ട് പോകുന്നിടത്ത് ഒരിടത്ത് കണ്ടിട്ടുണ്ട്, കാലിക്കറ്റിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ബത്തേരി നമ്മുടെ മിൻമോളിൻ്റെ ഏറ്റവും മുകളിലത്തെ ഉള്ള ഭാഗത്ത് നിങ്ങൾ കോഫിയൊക്കെ കുടിക്കാൻ കയറുന്ന ആ ഭാഗത്തായിട്ട് ഏറ്റവും പുറത്ത് ഈ ഇക്വിസിറ്റം വളർത്തി കണ്ടിട്ടുണ്ട്. അത് അടുത്തിടെയുള്ള ഒരു ട്രെൻഡ്. അപ്പോൾ പ്ലാന്റ് പരിചയമായി കാണുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഹോസ്റ്റൈൽ ഓർ സ്കോറിംഗ് റഷസ്. ഇപ്പോൾ സൈലോട്ടത്തിൻ്റെ കോമൺ നെയിം ഈസ് വിസ്ക് ഫേൺ. സെലാജിനെല്ല ഈസ് ക്ലബ് മോസ്, ബേഡ് നെസ്റ്റ് മോസ്, അല്ലെങ്കിൽ റിസറക്ഷൻ പ്ലാന്റ്. ദിസ് ഈസ് കോൾഡ് ഹോസ്റ്റൈൽ ഓർ സ്കോറിംഗ് റഷ്. ബിക്കോസ് സ്കോറിംഗ് റഷ് എന്ന് പറയാൻ കാര്യം, its shoot system, it is having silical deposition, and due to the heavy deposition of this silica, its outer portion appears outer portion is rough in nature. അത് നമുക്ക് ഓവ് പോലൊക്കെ തൊട്ടാലിങ്ങനെ കയ്യെ കൊള്ളുന്ന പോലൊക്കെ ഒരു അരം ഉള്ളത് പോലൊക്കെ തോന്നും. ദിസ് ഈസ് ഡ്യൂ ടു സിലിക്ക ഡിപ്പോസിഷൻ, സോ ഇറ്റ് ഈസ് കോൾഡ് സ്കോറിംഗ് റഷ്. And it is represented nearly by 30 species which are seen worldwide. Some species prefer damp and shady places while others grow in marsh, ponds or stream banks. Particularly common along the banks of streams or irrigation canals. Some species are adapted to xeric condition. Some species are indicators of mineral കണ്ടൻറ് ഓഫ് ദ സോയിൽ ഇൻ വിച്ച് ദേ ഗ്രോ. ഇപ്പോഴൊരു ഗോൾഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയാറുണ്ട്. ധാരാളമായിട്ട് വളരുന്നിടത്ത് ഗോൾഡ് ഡിപ്പോസിഷൻ ഉണ്ടെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ദെൻ സ്ട്രക്ചർ ഓഫ് ഇക്വിസിറ്റം ഫോട്ടോഗ്രാഫ് നോക്കി. ദ പ്ലാന്റ് ബോഡി, ടെർഡോഫൈറ്റ് നമുക്കറിയാം. ദ പ്രോമിനൻറ്റ് പ്ലാന്റ് ബോഡി ഈസ് ദ സ്പോറോഫൈറ്റ് വിച്ച് ഈസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. ദ പ്ലാന്റ് ബോഡി ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു സ്റ്റെം, റൂട്ട്സ് ആൻഡ് ലീവ്സ്. സ്റ്റെം അതിൻ്റെ പ്രത്യേകത നോക്കിക്കാട്ടെ. ദ സ്റ്റെം ഹാസ് ടു പാർട്സ്, പെരനിയൽ, പ്രോസ്ട്രേറ്റ് ആൻഡ് അണ്ടർഗ്രൗണ്ട് മച്ച് ബ്രാഞ്ച്ഡ് റൈസോം ആൻഡ് ആൻ ഏരിയൽ ഇറക്റ്റ്. യൂഷ്വലി ദിസ് ഈസ് ആനുവൽ ഏരിയൽ പോർഷൻ, ഏരിയൽ ഷൂട്ട്. അപ്പോൾ സ്റ്റെം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു പാർട്ട്. വൺ പാർട്ട് grow below the soil, that is subterranean, and grow prostrate to the ground. That portion is the stem portion which is grow below the soil and prostrate to the ground. That portion is called a rhizome, and this rhizome gives out aerial branches, and this is the aerial shoot. And this aerial shoot, it bears branches of unlimited growth and branches of ലിമിറ്റഡ് ഗ്രോത്ത്. നീളം ഉള്ള ഇതായിട്ട് മെയിൻ ബ്രാഞ്ചസ് പോകുന്ന ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത്. ആൻഡ് അറ്റ് ഇറ്റ്സ് ടിപ്പ് ഇറ്റ് ബിയേഴ്സ് ബൈലസ്. ഇനി ദി പ്ലാന്റ് ആസ് വെൽ ആസ് ദ റൈസോം ആൻഡ് ദ ഏരിയൽ ഷൂട്ട്, ഇറ്റ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്. വളരെ ക്ലിയറായിട്ട് നോഡും ഇൻ്റർനോഡുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ആർട്ടിക്കുലേറ്റഡ്. എന്താ ആർട്ടിക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റഡ്. അത് നമുക്ക് ഓരോ ജോയിൻ്റ് ഇങ്ങനെ മുറിച്ചെടുക്കാം. അല്ല നമ്മളിങ്ങനെ വലിച്ചാൽ ഒരു നോഡും അതിൻ്റെ കൂടെ ചില സ്കെയിൽ ലീവ്സും കൂടെ നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ദ സ്റ്റെം ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ് ഓർ ജോയിൻറ്റഡ്. ആ ഫോട്ടോഗ്രാഫിൽ മേളിൽ കൊടുത്തിരിക്കുന്ന ആ പച്ച ആ ഫോട്ടോഗ്രാഫ്സിൽ നോക്കിയാൽ കൃത്യമായിട്ട് നോഡ്സും ഇൻ്റർനോഡ്സുമായിട്ട് കാണാം. ആ ഇൻ്റർനോഡൽ റീജിയനിൽ സ്കെയിൽ ലീവ്സ് കാണാം. കറുത്ത ചെറിയ ഇങ്ങനെ സ്കെയിലും
പോലൊക്കെ ഇരിക്കുന്ന കളാം, മുള്ളു പോലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്കെയിൽ ലീവ്സിൻ്റെ ടിപ്പ് ഫ്രീ ആണ്, പക്ഷേ ബേസൽ പോർഷൻ എല്ലാം കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു ഷീത്തായിട്ട് ദാറ്റ് ഷീത്ത് എൻസർക്കിൾസ് ദ സ്റ്റെം. ആ ഷീത്ത് ഇങ്ങനെ സ്റ്റെമ്മിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന പോലെ തോന്നും. അതിൻ്റെ ടിപ്പ് റീജിയൻ ഫ്രീമാണ്. സം ഷൂട്ട്സ് ആർ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ്, ഗ്രീൻ, ക്ലോറോഫില്ലസ് ആൻഡ് വെജിറ്റേറ്റീവ്. ബട്ട് ഇത് കൂടാതെ തന്നെ റീപ്രൊഡക്റ്റീവ് ബ്രാഞ്ചസ് റൈസ് ചെയ്യാറുണ്ട് ചില സ്പീഷീസിൽ. ആൻഡ് ദീസ് റീപ്രൊഡക്റ്റീവ് ബ്രാഞ്ചസ് വെൻ attain maturity it bears strobilus at its tip. Then externally it is differentiated into nodes which have longitudinal ridges and furrows. Internally they are hollow tube-like structures. The ridges of successive nodes alternate with each other and the leaves are normally of the same number as the ridges of the സ്റ്റെം. ഇപ്പം മേളത്തെ ഡയഗ്രാം ആ ഫോട്ടോഗ്രാഫിൽ നോക്കി ഒരു ബ്രാഞ്ച് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഒരു ഏരിയൽ ഷൂട്ട്. അതിൽ നോട്ട്സായിട്ട് ഇൻ്റർനോഡായിട്ട് ഒരു നോഡൽ റീജിയൻ കാണിച്ചിട്ടുണ്ട്. ആ നോഡൽ റീജിയനിലാണ് സ്കെയിൽ ലീവ്സ് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അതിൻ്റെ ടിപ്പേ ഉള്ളൂ ഫ്രീ, ബേസൽ പോർഷൻ യുണൈറ്റ് ചെയ്തൊരു ഷീറ്റായിട്ട് മാറിയിരിക്കുന്നു. ഇനി അതിൽ നോക്കിക്കേ, റിഡ്ജസും ഫറോസും കാണാം. എന്താ റിഡ്ജസ് എന്ന് പറഞ്ഞാൽ താഴോട്ടിങ്ങനെ വര പോലൊക്കെ കണ്ടില്ലേ? റിഡ്ജസ് ആണ് നമ്മൾ കുന്നുകളും കുഴികളും എന്ന് പറയും. അതായത് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താലേ നമ്മൾ ആ സ്റ്റെമ്മൊന്ന് കൈ പിടിച്ചൊന്ന് അതിൻ്റെ ചുറ്റിനൊന്ന് വിരലോടിച്ച് നോക്കിയാൽ അറിയാം. പരുപരാന്നുള്ള അപ്പിയറൻസും കാണാം, അതായത് വേവി അപ്പിയറൻസാണ് കാണുന്നത്. സാധാരണ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെയോ ഒക്കെ സ്റ്റെം ഒന്ന് പിടിച്ച് നോക്കിയാൽ അത് സ്മൂത്താണ്, ഒരേപോലൊക്കെ റൗണ്ടഡായിട്ട് ഇരിക്കുന്നത്. ചില സ്റ്റെം കാണാൻ നമ്മൾ തുമ്പയുടെയൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും ഒക്കെ സ്റ്റെം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കുന്നത്, ആംഗുലാറാണ് ഇല്ലേ? അപ്പോൾ പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യും, തൊട്ടാലും മനസ്സിലാകും. ഇവിടെ ആംഗുലറും അല്ല റൗണ്ടഡും അല്ല, പക്ഷേ റൗണ്ടഡാണ്. പക്ഷേ ഇറ്റ് ഈസ് ഹാവിങ് റിഡ്ജസ് ആൻഡ് ഫറോസ്, സ്മൂത്തല്ല, കുന്നുകളും കുഴികളും പോലൊക്കെ അങ്ങനെ കാണാം. ഇനിയും താഴത്തെ ഫോട്ടോഗ്രാഫ്സ് നോക്കിയാൽ നോഡൽ റീജിയനിൽ നിന്ന് ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് റൈസ് ചെയ്യുന്നത് കാണാം, കുറേ. അത് ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി 2 or 3 ഇൻ്റർനോഡ്സ്, അത്രയും വലിപ്പമേ കാണത്തുള്ളൂ. ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ മൊത്തമായി ഇൻ്റർനോഡൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഹോളോയാണ്, അവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഹോളോ പോർഷൻ കണ്ടില്ലേ? അപ്പോൾ ആ നോഡൽ റീജിയനിൽ മാത്രം ഇങ്ങനൊരു ഡയഫ്രം ഉണ്ടാകും. നമ്മുടെ മുളയുടെയൊക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്ന് ഞാൻ മുളയെ നോക്കിക്കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ മുളയുടെയൊക്കെ നോഡും ഇൻ്റർനോഡും ആലോചിച്ച് നോക്കി, 2 നോഡിൻ്റെ ഇടയിലുള്ള ആ പോർഷൻ എന്ന് പറയുന്നത് ഹോളോ അല്ലേ? പിന്നെ അത് സെപ്പറേറ്റ് ആ നോഡൽ പോർഷനിൽ ഡയഫ്രം പോലൊക്കെ കാണാം ഇല്ലേ? അതേപോലെ തന്നെ അതിൻ്റെ ഒരു മൈന്യൂട്ട് ഫോമാണ് ഇതെന്ന് ഓർത്താൽ മതി. ഇൻ്റർനോഡ് ഹോളോയാണ്, നോഡൽ പോർഷനിൽ ഡയഫ്രം ഉണ്ടാകും. അപ്പോൾ സ്റ്റെമ്മ് മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ലീവ്സ്. Small, simple, they are scale-like, attached at each node, united at least for a part of its length, and it form a sheath around the stem. അത് ഞാൻ പറഞ്ഞു. The sheath has free and pointed teeth-like tips. The number of leaves at the node correspond to the number of ridges on the internode below. Do not perform any photosynthetic function. Provide protection to young bud at the node. അപ്പോൾ ഈ റിഡ്ജസിൻ്റെയും ഫറോസിൻ്റെയും എണ്ണം സിമിലറാണ്. അതേപോലെ തന്നെ എത്ര റിഡ്ജസ് ഉണ്ടോ അത്രയും സ്കെയിൽ ലീവ്സും ഉണ്ട്. അങ്ങനെ അത് ആ നമ്പർ സിമിലറായിരിക്കും, ഒരുപോലെ കാര്യം. ഇനി ലീഫ് അനാറ്റമി സിമ്പിളാണ്. ഇത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. സിംഗിൾ ലെയർഡ് എപ്പിഡെർമിസ് കവേർഡ് വിത്ത് എ cuticle, and this cuticle is having it is impregnated with silica deposition കാണും. Then there is the mesophyll tissue. It is composed of loosely arranged parenchyma cells with intercellular spaces. Then the central portion is occupied by vascular cylinder. Vascular elements are seen, and the epidermis is interrupted by stomata here and there. Then next is about the stem anatomy. ഇത് ഒന്ന് നോക്കിക്കേ, അത് അടുത്ത സ്ലൈഡിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് വെച്ച് പറയാനാണ് തോന്നുന്നു അല്പം കൂടി എളുപ്പം. ആ ഫസ്റ്റ് ഡയഗ്രം നോക്കി, ആ സ്റ്റെമ്മിൻ്റെ ഒരു സ്റ്റെമ്മിൻ്റെ ഇൻ്റർനോഡൽ റീജിയനിലുള്ള ക്രോസ് സെക്ഷനാണ് കാണുന്നത്. ഇത് ഇക്വിസിറ്റത്തിൻ്റെ സ്റ്റെം അനാറ്റമി, ദാറ്റ് മീൻസ് അല്ലെ ഏരിയൽ ഷൂട്ട് അനാറ്റമി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇക്വിസിറ്റം ജനറലായിട്ട് എസ് ചോദിക്കാൻ എക്സ്പ്ലെയിൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ഇക്വിസിറ്റം ചോദിച്ചാൽ ജസ്റ്റ് മോർഫോളജി പറയുക. അന്നേരം അനാറ്റമി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ നിൽക്കരുത്. ഗ്യാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഗ്യാമറ്റോഫൈറ്റും അതിൽ നിന്ന് ആന്ത്രഡിയ ആർക്കിഗോണിയ ഉണ്ടാകുന്നു, അങ്ങനെ അതാണ് പറയേണ്ടത്. ഇത് ഈ സ്റ്റെം എക്സ്പ്ലെയിൻ ദ ഷൂട്ട് അനാറ്റമി ഓഫ് ഇക്വിസിറ്റം 5 മാർക്കിന് ഈ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധാരണ ചോദിക്കും. ഇതിൽ കുറേ പ്രത്യേകതകളുണ്ട്. സിമ്പിളാക്കി പറഞ്ഞുതരാം നമുക്ക്. ഈ ഡയഗ്രത്തിൽ കാണാം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. നോക്കിയാൽ അതിൻ്റെ ഔട്ടർ അപ്പിയറൻസ് നോക്കിയാൽ ഇറ്റ് ഈസ് വേവി ഇൻ അപ്പിയറൻസ്. ഔട്ടർ സർഫസ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേവി അപ്പിയറൻസ് വരുന്നത്? മറ്റു കേസിലൊക്കെ നമ്മൾ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയൊക്കെ സെക്ഷൻ എടുക്കുവാണെങ്കിൽ അത് റൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത് ഇല്ലേ? അതുപോലെ കൊടങ്ങലിൻ്റെ ഒക്കെ എടുത്താലോ റൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അതിൽ ഒരേപോലൊക്കെ ഇരിക്കും അതിൻ്റെ ഔട്ടർ സർഫസ്. ഇതും റൗണ്ടഡാണ്, പക്ഷേ മനസ്സിലായോ കൺസെപ്റ്റ്? വേവി അപ്പിയറൻസ്. ആ വേവി അപ്പിയറൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റിഡ്ജസ് ആൻഡ് ഫെറോസ്. ഒരു റിഡ്ജ് ഒരു ഫെറോ, ഒരു റിഡ്ജ് ഒരു കുന്നും കുഴിയും പോലെ. മനസ്സിലായല്ലോ? ഒരു വേവി അപ്പിയറൻസാണ്. ഇനി നോക്കിയേ, ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ എപ്പിഡെർമിസ് ആൻഡ് ദിസ് എപ്പിഡെർമിസ് ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ and this cuticle is impregnated with silica deposition. ഇത്രയും മനസ്സിലായല്ലോ? സിംഗിൾ ലെയർഡ് എപ്പിഡെർമിസ് ഉണ്ട്, എപ്പിഡെർമിസിനെ ചുറ്റി ക്യൂട്ടിക്കിൾ ഉണ്ട്, ക്യൂട്ടിക്കിളിൽ ധാരാളമായിട്ട് സിലിക്ക ഡിപ്പോസിഷൻ കാണും. ആൻഡ് ദിസ് epidermis is not continuous, it is interrupted by sunken stomata at the furrow region. അതാ വട്ടത്തിലുള്ള പടത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ കാണാം. സ്റ്റൊമാറ്റ, സങ്കൺ സ്റ്റൊമാറ്റ ഉണ്ട്. ഏത് റീജിയനിലാണ് കാണുന്നത്? ഫറോ റീജിയനിലാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ റിഡ്ജസ്, 2 റിഡ്ജിനിടയ്ക്കുള്ള ആ പോർഷനിൽ, ആ പോർഷനാണ് ഫറോ എന്ന് പറയുന്നത്. ആ പോർഷനിലാണ് സങ്കൺ സ്റ്റൊമാറ്റ കാണുന്നത്. ഇനി ദെൻ few layers of hypodermal layers are present just below the epidermis. എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ട് ഹൈപ്പോഡെർമൽ ലെയേഴ്സ് കാണുന്നു. ഇറ്റ് ഈസ് സ്ക്ലീറൻ കൈമാറ്റസ് ഇൻ നേച്ചർ. സ്ക്ലീറൻ കൈമ കൊണ്ടുള്ള മൾട്ടി ലെയേർഡ് ഹൈപ്പോഡെർമിസ് എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം. ഇനി അതിനും പ്രത്യേകതയുണ്ട്. നോക്കിക്കേ, അതിൽ റിഡ്ജ് റീജിയനിലെ ഹൈപ്പോഡെർമൽ ലേയേഴ്സ് വളരെ കൂടുതലാണ്. 4 5 അല്ലെ 6 ലേയേഴ്സ് കാണും. ബട്ട് കമ്മിങ് ടു ദ ഫറോ റീജിയനിലേക്ക് വരുമ്പോൾ ഇത് സ്ക്ലിറൻ കൈമാറ്റസ് ലെയർ ഇസ് റിഡ്യൂസ്ഡ്. ആ ഡയഗ്രത്തിൽ നോക്കി നമുക്ക് കൃത്യമായിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ single layered epidermis with the cuticle and sunken stomata, then multi-layered scleran chymatous hypodermis. The scleran chymatous layers are much in the ridge region, but its layer number is reduced at the ഫറോ റീജിയൻ. ഫറോ റീജിയനിലെ സ്ക്ലിറൻ കൈമാറ്റസ് ലെയർ വളരെ കുറവ്. ആ കൺസെപ്റ്റ് കിട്ടിയല്ലോ. 2 ഫോട്ടോഗ്രാഫ്സിലും ഡയഗ്രത്തിലും നോക്കിയാൽ അത് മനസ്സിലാകും അതിൻ്റെത്. ഇനിയും കോർട്ടിക്കൽ റീജിയൻ, ദർ ഇസ് ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ കോർട്ടെക്സ്. ഔട്ടർ കോർട്ടെക്സ് ഇസ് ക്ലോറൻ കൈമാറ്റസ് ഇൻ നേച്ചർ. അതിലും ഒന്ന് നോക്കിയേ, ഈ വലതുവശത്തെ ഡയഗ്രത്തിൽ നോക്കിയേ, ഔട്ടർ കോർട്ടെക്സ് ക്ലോറൻ കൈമാറ്റസ് ആണ്. ക്ലോറൻ കൈമാറ്റസ് ലെയർ ഇസ് മോർ കോൺസ്പിക്യൂസ് ഇൻ ദ റിഡ്ജ് റീജിയൻ. റിഡ്ജ് റീജിയനിൽ ക്ലോറൻ കൈമാറ്റസ് ലെയർ വളരെ കൂടുതലാണ്. എന്നാൽ ഫറോ റീജിയനിൽ ക്ലോറൻ കൈമ ഈസ് ആബ്സെൻറ്റ്. ഫറോ റീജിയനിൽ ക്ലോറൻ കൈമ കാണുന്നില്ല. ഈ 2 ഡയഗ്രാം കമ്പയർ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത്രയും മനസ്സിലായല്ലോ. ഔട്ടർ കോർട്ടെക്സ് ഈസ് ക്ലോറൻ കൈമാറ്റസ്, ഇറ്റ് ഈസ് more conspicuous in the ridge region, but in the furrow region it is almost absent. അപ്പോൾ അത് കണ്ടിന്യൂസ് അല്ല ഇല്ലേ? റിഡ്ജ് റീജിയനിൽ ഒരു പാച്ച് പോലെ കാണും, ഫറോയിലില്ല. പിന്നെ അടുത്ത റീജിയനിൽ ക്ലോറൻ കൈമാറ്റസ് റീജിയൻ കാണും, ഫറോയിലില്ല. അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് പോകും. ദെൻ ദ ഇന്നർ കോർട്ടെക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് തിൻ വാൾഡ് പരൻകൈമാറ്റസ് സെൽസ് ആൻഡ് ഇറ്റ് ഈസ് ബ്രോഡ്. ഇന്നർ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ തിൻവോൾഡ് പരൻകൈമാറ്റസ് സെൽസും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. മറ്റ് റീജിയനെ അപേക്ഷിച്ച് ഇച്ചിരി ബ്രോഡ് റീജിയനാണ്. പിന്നെ അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സെർട്ടൻ കനാൽസ് ആർ സീൻ ഇൻ ദ ഷൈസോജിനസ് കനാൽസ് ആർ സീൻ ഇൻ ദ inner cortical region, and these canals are called vallicular canal.
ആൻഡ് ഈ വാലിക്കുലാർ കനാലിൻ്റെ പൊസിഷൻ നോക്കിക്കേ, റിഡ്ജിന് ഓപ്പോസിറ്റ് ആണോ ഫറോയ്ക്ക് ഓപ്പോസിറ്റ് ആണോ? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഫറോ റീജിയൻ ആൻഡ് ഓൾട്ടർനേറ്റ് വിത്ത് ദ റിഡ്ജ് റീജിയൻ. റിഡ്ജിന് നേരെയായിട്ടല്ല കാണുന്നത്, ഫറോയ്ക്ക് നേരെയാണ് കാണുന്നത്. അപ്പോൾ റിഡ്ജിന് ഓൾട്ടർനേറ്റ് ആണെന്ന് പറയാം, ഫറോയ്ക്ക് ഓപ്പോസിറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റ് വിത്ത് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓപ്പോസിറ്റ് ടു ദ ഫറോ റീജിയൻ. വാലിക്കുലാർ കനാൽ ഏതിൻ്റെ പാർട്ടാണ്? ഇന്നർ കോർട്ടെക്സിൻ്റെ പാർട്ടാണ്. ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് schizogenious cavities which are present inside the inner cortex. Then the cortex is limited by endodermal layer, and inside the endodermal layer there is the പെരിസൈക്കിൾ. അപ്പം പെരിസൈക്കിൾ മുതൽ പിന്നെ സ്റ്റീലാർ റീജിയൻ ആണ്. സ്റ്റീലാർ റീജിയൻ, ദ സ്റ്റീൽ ഈസ് എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ. എന്താ എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ അറിയാമല്ലോ. ഫ്ലോയം ഔട്ട്സൈഡാണ് അല്ലേ, സൈലത്തിന് ഔട്ട്സൈഡായിട്ടാണ് ഫ്ലോയം കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീലിക് ഇൻ നേച്ചർ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സൈലം ഒരു റിങ് പോലൊക്കൊന്നും ഇവിടെ കാണുന്നില്ല. പാച്ചസ് ആയിട്ട് തന്നെ ഓരോ ബണ്ടിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈച്ച് ബണ്ടിൽ ഈസ് കൺജോയിൻറ്റ്, കൊലാറ്ററൽ ആൻഡ് എൻഡാർക്ക്. പ്രോട്ടോസൈലം ഈസ് ഫേസിങ് ടുവേഴ്സ് ദ സെൻറ്റർ, മെറ്റാസൈലം പെരിഫറിയിലേക്കും, എൻഡാർക്കാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആൻഡ് ദീസ് വാസ്കുലാർ ബണ്ടിൽസ് ആർ പ്രസൻറ്റ് ഓപ്പോസിറ്റ് ടു ദ റിഡ്ജസ്. റിഡ്ജിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓരോ വാസ്കുലാർ ബണ്ടിലും കാണുന്നത്. അതായത് ഓൾട്ടർനേറ്റ് വിത്ത് വാലിക്കുലാർ കനാലിൽ ഫറോയ്ക്ക് ഓൾട്ടർനേറ്റ്, റിഡ്ജിന് ഓപ്പോസിറ്റ്. ഇനി അവിടെയും ചില ക്യാവിറ്റീസ് ഉണ്ടാകുന്നുണ്ട് വാസ്കുലാർ ബണ്ടിൽ. ഡ്യൂ ടു ദ ഡിസൻറ്റഗ്രേഷൻ ഓഫ് പ്രോട്ടോസൈലം എലിമെൻറ്റ്സ് എ ക്യാവിറ്റി ഈസ് ഫോംഡ് ആൻഡ് ദിസ് ക്യാവിറ്റി ഈസ് കോൾഡ് കരീനൽ കനാൽ. അപ്പോഴേ കരീനൽ കനാലും വാലിക്കുലാർ കനാലും ഓർത്തിരുന്നോണേ. വാലിക്കുലാർ കനാൽ ഈസ് ഫോംഡ് ഇൻ ദ കോർട്ടിക്കൽ റീജിയൻ. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഫറോ റീജിയൻ. ആൻഡ് കരീനൽ കനാൽ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിസൻറ്റഗ്രേഷൻ ഓഫ് പ്രോട്ടോസൈലം എലിമെൻറ്റ്സ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു റിഡ്ജസ്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ എന്താ, ആ വട്ടത്തിലുള്ള ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ വാലിക്കുലാർ കനാൽ, കരീനൽ കനാൽ ഓൾട്ടർനേറ്റ് വിത്ത് വാലിക്കുലാർ കനാൽ. അതിൻ്റെ പൊസിഷൻ എന്ന് നോക്കിയാട്ടെ, ഒരു ട്രയാങ്കിൾ പോലൊക്കെ അല്ലെന്ന് നോക്കിയാൽ വാലിക്കുലാർ കനാൽ. അത് കഴിഞ്ഞ് താഴെ നോക്കിയാൽ ഒരു കരീനൽ കനാൽ, മുകളിൽ നോക്കിയാൽ വാലിക്കുലാർ കനാൽ, താഴെ കരീനൽ കനാൽ. പിന്നെ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണുന്നത്. പിത്ത് ഈസ് ഹോളോ. ഇൻ്റർനോഡൽ റീജിയൻ്റെ പോർഷനാണ് പറഞ്ഞത്. പിത്ത് ഹോളോ ആണ്, ആ പോർഷനിലൊന്നും ഇല്ല. ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പോഴേ ഇതിൽ ഈ സ്റ്റെമ്മിനകത്തിൽ സീറോഫിറ്റിക് നേച്ചർ ഒന്ന് പറയാമോ? ഇക്വിസിറ്റത്തിൻ്റെ സ്റ്റെം ഇറ്റ് പൊസസസ് ബോത്ത് സീറോഫിറ്റിക് characters and hydrophytic characters. What are the xerophytic characters present in ഇക്വിസിറ്റം സ്റ്റെം പറയാമോ? സീറോഫിറ്റിക് ക്യാരക്ടേഴ്സ് എന്താ? തിക്ക് ക്യൂട്ടിക്കിൾ, presence of sunken stomata, then multi-layered sclerenchymatous, hypodermis. ഇതൊക്കെ സീറോഫിറ്റിക് ക്യാരക്ടേഴ്സാണ് ഇല്ലേ? ഹൈഡ്രോഫിറ്റിക് ക്യാരക്ടേഴ്സോ? എയർ ക്യാവിറ്റീസ് ആൻഡ് വാട്ടർ ഫിൽഡ് ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ്. വാലിക്കുലാർ കനാലും കരീനൽ കനാലും ഒക്കെ കാണുന്നു. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഇനിയല്ലേ ഒന്നുകൂടെ റീപ്ലൈ ചെയ്ത് കേട്ടാൽ മതി. ഓക്കെ, ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റെം. ഏരിയൽ ഷൂട്ട്, വേവി ഇൻ ഔട്ട്ലൈൻ വിത്ത് റിഡ്ജസ് ആൻഡ് ഫറോസ്. ദ എപ്പിഡെർമിസ് ML cell walls are thick, cuticularized and have a deposition of silicaceous material. Stomata are distributed only in the furrow between the ridges. A hypodermal sclerenchymatous zone is present below the ridge. The cortex is differentiated into outer and inner region. Outer sclerenchymatous zone, inner parenchymatous zone. Larger cavity in the inner cortex corresponding to each furrow and alternating with ridges. It is called vallicular canal. Then cortex is limited by an endodermal layer. The endodermis is followed by a single layered pericycle. Ectofloic siphonostele bundles lie opposite to the ridges in position, alternate with the vallicular canals of the cortex. Vascular bundles are conjoint, collateral and closed.
In a mature vascular bundle, protoxylem is disorganized to form carinal cavity which lies opposite to the ridges and alternate with the valvular canals of the cortex. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഒന്നും കൂടി ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഈ ഡയഗ്രാം വരച്ചെടുക്കണം, അതേപോലെ ഈ നോട്ട്സും എഴുതിയെടുത്ത് ഭംഗിയായിട്ട് ഇത് പഠിക്കണം. ഇനി സീറോഫിറ്റിക് ഫീച്ചേഴ്സ്, ഇതിൽ കാണുന്ന സീറോഫിറ്റിക് ഫീച്ചേഴ്സ്: റിഡ്ജസ് ആൻഡ് ഫറോസ് ഇൻ ദ സ്റ്റെം, deposition of silica in the epidermal cells, sunken stomata, sclerenchymatous, hypodermis, reduced and scaly leaves, photosynthetic tissue in the stem, well-developed vascular cylinder. Next is about the hydrophytic characters: well-developed aerating system like carinal canal, valvular canal and central pith cavity, reduced vascular elements. ഇത്രയും hydrophytic characters. ഇനി നോക്കിയേ, അനാറ്റമി ഓഫ് ദ സ്റ്റെം, ദാറ്റ് ഈസ് ഏരിയൽ ഷൂട്ട് അറ്റ് ദ നോഡൽ റീജിയനിലുള്ളത്. അതിൽ ഇത്രയും വ്യത്യാസങ്ങളുള്ളതാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പിത്ത് ഈസ് എ സോളിഡ് ഡയഫ്രം കോൾഡ് നോഡൽ ഡയഫ്രം, വാലിക്കുലാർ കനാൽസ് ആർ ആബ്സെൻറ്റ്, വാസ്കുലാർ ബണ്ടിൽസ് ഫ്യൂസ് ടുഗദർ ടു ഫോം എ വാസ്കുലാർ സിലിണ്ടർ അറൗണ്ട് ദ ഡയഫ്രം. Then carinal canals are absent, leaf and branch traces arise from the vascular cylinder of the node. ബാക്കിയെല്ലാം സിമിലറാണ്. ഇത്രയും നോഡൽ റീജിയനിലുള്ള ക്രോസ് സെക്ഷൻ്റെ പ്രത്യേകതയാണ്. നോഡും ഇൻ്റർനോഡൊക്കെ മനസ്സിലായല്ലോ. ഇപ്പോഴേ വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് പഠിച്ചോണം. ഇതിൻ്റെ അനാറ്റമി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വാലിക്കുലാർ കനാൽ എന്താ, കരീനൽ കനാൽ എന്താ എന്ന് ചോദിക്കാറുണ്ട്. വാലിക്കുലാർ കനാൽ ഈ സീൻ ഇൻ ദ inner cortical region of the equisitum stem, and carinal canal is seen in the equisitum aerial shoot or stem, and it is formed as a disintegration of the protoxylem elements. This is the stem, that is rhizome inde structure aanu. ക്യൂട്ടിക്കൽ, എപ്പിഡെർമിസ്, അത് ഡിഫറൻസ് ഇതിലും വാലിക്കുലാർ കനാലും കാരിയലർ കനാലും ഒക്കെ ഉണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ക്ലിറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ഈസ് ആബ്സെൻറ്റ്, അതേപോലെ ക്ലോറൻകൈമ ഈസ് ആബ്സെൻറ്റ്. ഇതേ ഉള്ളൂ റൈസോമിൻ്റെ മറ്റ് സ്റ്റെമ്മിൽ നിന്നുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ടിയേഴ്സ് ഓഫ് റൂട്ട്. പ്രൈമറി റൂട്ട് ഈസ് എഫിമറൽ, സ്ലെൻഡർ. Adventitious roots arise endogenously at the node of the stems. അതായത് നോഡ് ഓഫ് ദ സ്റ്റെം എന്ന് പറഞ്ഞാൽ റൈസോമിൽ നിന്ന് ആണ് റൂട്ട് എറൈസ് ചെയ്യുന്നത്. അനാറ്റമി: എപ്പിഡെർമിസ് ഇലോങ്ങേറ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് റൂട്ട് ഹെയർസ്. കോർട്ടെക്സ് ഇസ് broad and it is differentiated into outer sclerenchymatous zone and inner parenchymatous zone. There's a two-layered endodermis with Casparian bands. Casparian thickening root ഉള്ളത് നമുക്കറിയാം, Casparian bands. Then stele is protostele with diarch to hexarch xylem. Pith is absent. ഡയാർക്കും സാധാരണ ഡൈക്കോട്ട് റൂട്ടിലെ സ്ട്രക്ചർ പോലെ ഡയാർക്കൊക്കെ അറിയാമല്ലോ, എക്സാർക്ക് അറേഞ്ച്മെൻറ്റ്. ഡയാർക്ക് എന്ന് പറഞ്ഞാൽ 2 xylem points, മെറ്റാസൈലം ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് പ്രോട്ടോസൈലം ടുവേഴ്സ് ദ പെരിഫറി, ഓർ ടെട്രാർക്ക്. 4 ഗ്രൂപ്പ് സൈലം ഉണ്ടെങ്കിൽ. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ മോർഫോളജി ആൻഡ് അനാറ്റമി ഓഫ് ഇക്വിസിറ്റം. ഈ പടം കൊടുത്തിരിക്കുന്ന, ഈ ഫോട്ടോഗ്രാഫ് കൊടുത്തിരിക്കുന്ന എന്തുവാ, ഇക്വിസിറ്റത്തിൻ്റെ ഏരിയൽ ഷൂട്ടിൻ്റെതാണ്. ആർട്ടിക്കുലേറ്റഡ് സ്റ്റെം ഇവിടെ ഭംഗിയായിട്ട് കാണാം. അതേപോലെ സ്കെയിൽ ലീവ്സ് നോഡൽ റീജിയനിൽ കണ്ടു. നോഡൽ റീജിയനിൽ ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് അറൈസ് ചെയ്യുന്ന ഹോളോ ഇൻ്റർനോഡും കണ്ടു. അപ്പോഴേ ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോഴേ അനാറ്റമി മനസ്സിലായ, സ്റ്റെം ഏരിയൽ ഷൂട്ടിൻ്റെ അനാറ്റമി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് പ്രാക്ടിക്കൽസിനും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഭംഗിയായിട്ട് പഠിക്കുക. ആ കൺസെപ്റ്റും അതിൻ്റെ ഡയഗ്രം നോക്കിയും ഞാൻ പറയുന്നതും കൂടെ ശ്രദ്ധിച്ചാൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ.